മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് ഒരു വ്യക്തി മിഡിൽ ഈസ്റ്റ് രാജ്യത്തിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. എന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സാറിനോട് പറയാനാണ് ഇത് വിളിച്ചത്. ഞാൻ പറഞ്ഞു, 1-2 വരി കൊണ്ട് പറയുക. എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ വല്ലതുമാണെങ്കിൽ നിങ്ങളുടെ തലയിലുള്ളത് എൻ്റെ തലയിലേക്ക് മാറ്റിയത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജും വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ എടുക്കുന്നുണ്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും തളരാതെ തകരാതെ വരളാതെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാനാണ്. ഇതിനകത്ത് പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും ഞാൻ പറഞ്ഞു. അതൊന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു വീട്ടിലെ ഒരാൾ 2-3 വർഷം മുമ്പ് മതം മാറി. അയാളിപ്പോൾ ആ വീട്ടുകാരെ മുഴുവനും മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അയാളുടെ വീട്ടുകാരെ മുഴുവനും മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അതിന് സാർ എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ വിളിക്കരുത്. നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതല്ല. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് ധാരാളം വീട്ടുകാർക്ക് പ്രശ്നങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും, സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും, സാംസ്കാരിക പ്രശ്നങ്ങളുണ്ടാവും, അമ്പലങ്ങളിലെ പ്രശ്നങ്ങളുണ്ടാവും, പള്ളികളിലെ പ്രശ്നം ഉണ്ടാവും, മതത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, ജാതിയുടെ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ വളരെയധികം ബന്ധുക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല, ധാരാളം സുഹൃത്തുക്കളും ഉണ്ടാവാൻ സാധ്യതയില്ല, വളരെയധികം പുറപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സമയവും ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് വണ്ടിയിലിരുന്നോ ഓഫീസിലിരുന്നോ വീട്ടിലിരുന്നോ നിങ്ങളുടെ തലയിൽ തോന്നുന്ന ചിന്തകളെല്ലാം ഫോൺ വിളിച്ച് എന്നെയോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരെയോ അറിയിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തു. അയാൾ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് വളരെയധികം ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, സാറിനെ പോലെയുള്ളവർ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നത് ആ കുടുംബത്തെ മൊത്തത്തിൽ തുലയ്ക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞു, ആ കുടുംബത്തെ തുലയ്ക്കണമെന്നോ ആ കുടുംബത്തിലുള്ള വ്യക്തികൾ മതപരിവർത്തനം നടത്തണമെന്നോ മതപരിവർത്തനം നടത്തിയതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരാരാണെന്നോ ഇതൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. പിന്നെയും കുറേ സംസാരിച്ചു. പിന്നെ ഞാൻ കട്ട് ചെയ്തു. ആ വ്യക്തിയുടെ ദേഷ്യം നിറഞ്ഞ വരികൾ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു നമ്മളിൽ പലരും. യഥാർത്ഥത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ആ ഉത്തരവാദിത്വമൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാം. എന്നിട്ട് അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുക. ചാണക്യൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പരമദരിദ്രനായിരിക്കുക എന്നിട്ടും ലഭിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിലും സന്തോഷമില്ലാതിരിക്കുക. അതുപോലെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കാം, പണ്ഡിതന്മാരുടെ സദസ്സിൽ ചെന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടാത്തതിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കാം, നല്ലോണം വിശക്കുന്നവനായിരിക്കാം, നല്ല ഭക്ഷണം കൊടുത്തിട്ടും അതിനകത്ത് മുഴുവനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ലോകത്തിൽ എവിടെ ചെന്നാലും അവർക്ക് സന്തോഷം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കില്ല. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. ചാണക്യൻ ഇനിയും പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ പറഞ്ഞത് ഇതാണ്, നമ്മളൊന്നും ചെയ്യുന്നുമില്ല, വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ തലയിൽ ഇതെല്ലാം ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ അറിയിച്ചിട്ട് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക. നിരന്തരം രാപ്പകൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ഇയാളുടെ തലയിൽ തോന്നിയത് അറിയിച്ചതിന് ശേഷം അയാൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. അയാൾ ഏത് സംസ്ഥാനക്കാരനാണ്, അയാൾ ഏത് ജില്ലക്കാരനാണ്, ആ ജില്ലയിൽ ഏത് ഭാഗത്താണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നങ്ങളുടെ പുറകിൽ ആരൊക്കെയാണുള്ളത്, അത് നേരെ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഗോപാലകൃഷ്ണനെ വിളിച്ചു പറഞ്ഞാൽ ഗോപാലകൃഷ്ണനോ അതേപോലെയുള്ളവരോ
അയാൾ ജനിച്ചു വളരുന്ന ആ ജില്ലയിൽ ചെന്ന്, ആ ഗ്രാമത്തിൽ ചെന്ന്, ആ വീട്ടിൽ ചെന്ന് മതപരിവർത്തനം നടത്തിയ ആ വ്യക്തിയെ കണ്ട്, ആ മതപരിവർത്തനം നടത്തിയ വ്യക്തിയെ മതപരിവർത്തനം ചെയ്യിച്ചത് ആരൊക്കെയാണോ അവരെ ചെന്ന് കണ്ട് ആ പ്രശ്നം പരിഹരിച്ച് ഇയാളുടെ വീട്ടുകാരെ മതപരിവർത്തനം ചെയ്യാത്ത വിധത്തിൽ ഞാൻ രാവും പകലും ചെന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇങ്ങനെയുള്ള ടെലിഫോണുകളുടെ ഉദ്ദേശം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഡസൻ വ്യക്തിയുടെയോ ടെലിഫോൺ കോളുകളോ ഇമെയിലോ ആണെങ്കിൽ നമുക്ക് അവരെ എന്തെങ്കിലും പറഞ്ഞു നിർത്താം. എന്നിട്ട് ഈ വ്യക്തി ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഞങ്ങൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? അപ്പോൾ ഓരോ പ്രദേശത്തുള്ള വ്യക്തികൾ, ഒരു ഗ്രാമത്തിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് കേന്ദ്രമന്ത്രിസഭയിലെ ഒരാളുടെ പേരോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ മന്ത്രിയുടെ പേരോ ഗുജറാത്തിലെ MLA പേരോ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അയാൾ ജനിച്ച് വളർന്ന ഗ്രാമത്തിലും ജില്ലയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരിഹരിക്കേണ്ടത് ആരെ കണ്ടിട്ടാണ് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത വേറൊരുവനെ ഏൽപ്പിക്കുന്നതിന് പകരം അവനവനെ ഏറ്റെടുക്കണം. ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞതിനെ സംക്ഷിപ്തമായിട്ടുള്ള രൂപത്തിൽ പറയാം. അനവധി വ്യക്തികൾക്ക് പ്രശ്നങ്ങളുണ്ട്, അനവധി കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, അനവധി ഗ്രാമങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, പല തരത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ തന്നെ വ്യക്തികളും കുടുംബവും സംസ്കാരവും മാറുന്നതിനനുസരിച്ച് ഒരേ പ്രശ്നത്തിനോടുള്ള വീക്ഷണവും മാറുമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. അങ്ങനെ പല പല പ്രശ്നങ്ങളും എല്ലാം ഉള്ളപ്പോൾ അതിനെല്ലാം പരിഹാരം കാണാൻ ഒരാളുണ്ട് എന്ന് ധരിച്ച് അയാളുടെ അടുത്ത് ഇതിനെല്ലാത്തിനും ഫോൺ ചെയ്യുമ്പോൾ ഓർമ്മിക്കാം, വേറെ ഉത്തരവാദിത്വങ്ങളുണ്ട്, വേറെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ നവംബർ മാസം 3-ാം തീയതി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തന്നത്, ഞാൻ ഏറ്റെടുത്തതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ പൈതൃകത്തിൻ്റെതായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഒരു വലിയ വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് മഹാസാഗരം മാതിരിയുള്ള ഒരു ഏരിയയാണ്. വളരെ 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 സന്തോഷമുണ്ട്. രാപ്പകൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് കുറച്ച് പേര് സഹായിക്കുന്നുണ്ട്, ശാരീരികമായിട്ടും സമയപരമായിട്ടും ഊർജപരമായിട്ടും. അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ റിക്വസ്റ്റുകളും ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. വികാരം കൊണ്ട് തുള്ളിച്ചാടി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇരുന്ന് ഈ നാട്ടിലുള്ള ആരെങ്കിലൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇമെയിൽ അയച്ചിട്ട് അവര് നിങ്ങളുടെ വികാരത്തിന് ശമനം തരുമെന്ന് ധരിക്കുന്നതും ധരിപ്പിക്കുന്നതും തെറ്റാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാവരും ഓർമ്മിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്യാം. എന്തെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ, ഏതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമോ അവിടെ ഓർമ്മിക്കാനുള്ളത്, ഏത് വ്യക്തിക്കും ഏത് സംഘടനയ്ക്കും ഏത് കുടുംബത്തിനും പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് എവിടെയാണോ പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് ബന്ധപ്പെടാനുള്ളവരെ ആരെങ്കിലൊക്കെ ബന്ധപ്പെടുക. ഈ ബന്ധപ്പെടുന്ന സമയത്ത് ആ ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വികാര തീവ്രമായിട്ട് പ്രതികരിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒന്നും ചെയ്യാത്തവരാണ് എന്തെങ്കിലും ചെയ്യുന്നവരെ പലതും അറിയിക്കുന്നതും എത്തിക്കുന്നതും എന്നുള്ളത് ഓർമ്മിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ, നിങ്ങളുടെ സംഘടനകളിൽ, നിങ്ങളുടെ മുകളിലുള്ളവർ, നിങ്ങളുടെ ചുവട്ടിലുള്ളവർ, നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്നവർ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ, പ്രദേശങ്ങളിൽ, ഇവിടെ എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഏത് മതത്തിലും ഉണ്ട്, ഏത് ജാതിയിലും ഉണ്ട്, ഏത് സംഘടനയിലും ഉണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. അങ്ങനെ പരിഹരിച്ചു പോകുമ്പോഴാണ് അതെല്ലാം കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാവാം. അതുകൊണ്ട് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതും ആ വ്യക്തിയിൽ നിന്നാണ് എന്നൊരു ചൊല്ലുണ്ട്. അത് പൂർണ്ണമായിട്ടും അതേപോലെ എടുക്കണ്ട. എന്നാലും നമ്മൾ ഏതെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും?
ഇനി വേറൊന്ന്, പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു സൊല്യൂഷനും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ധാരാളം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണമായിട്ട് ധാരാളം കാര്യങ്ങൾ ഇന്നത്തെ IT ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനം ഉപയോഗിച്ച് പരമാവധി വ്യക്തികളെ പഠിപ്പിക്കുക. ഏത് പ്രശ്നം പരിഹരിച്ചാലാണോ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ളതിൽ ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം, ഹൈന്ദവ ജനതയുടെ ധന്യമായിട്ടുള്ള സന്ദേശങ്ങൾ പഠിപ്പിച്ചാൽ തന്നെ മതപരിവർത്തനം ഇല്ലാതെയാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സമൂഹത്തിലുള്ള അരക്ഷിതാവസ്ഥ, കുടുംബ പ്രശ്നങ്ങൾ, നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഓഫീസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ തന്നെ ജീവിതത്തിൽ നമുക്കൊരു വ്യത്യസ്ത വീക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച് ധന്യമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ പലരെയും വിളിച്ച് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും. ഓർമ്മിക്കുക, എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള സമയപരിമിതി, ഊർജപരിമിതി, അതുപോലെ സംവിധാന പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ധാരാളം വ്യക്തികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാത്തവർ അവിടെ പോകുമ്പോഴാണ് പലർക്കും പലതും ചെയ്യണം തോന്നുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ശ്രീനിവാസൻ്റേത് അടുത്ത കാലത്ത് ഞാൻ TV കാണുകയുണ്ടായി. ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹം ഒരു പ്രദേശത്ത് വന്നു. ആ പ്രദേശത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനോട് പലരും ചോദിച്ചു, ഈ നോട്ട് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ചതിൽ അങ്ങക്ക് പ്രതിഷേധമുണ്ടോ? ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞത്, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കാൻ ഒരു സുപ്രഭാതത്തിൽ ഒരാളെടുത്ത തീരുമാനമാവാൻ സാധ്യതയില്ലല്ലോ. ധാരാളം വ്യക്തികൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് അതിൻ്റെ ഗുണദോഷങ്ങളും വരും വരായികകളും എല്ലാം ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ടായിരിക്കുമല്ലോ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ കാണാം. പിന്നെ അടുത്ത അദ്ദേഹത്തിനോടുള്ള ചോദ്യം, ഈ സാധാരണക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് അങ്ങക്ക് അറിയാമല്ലോ. സാധാരണക്കാർ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്, അതിലെനിക്ക് ദുഃഖമുണ്ട്. കഴിയുന്നതും വേഗം ഗവൺമെൻറ് അത് പരിഹരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കള്ളപ്പണം മുഴുവനും ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? അടുത്ത ചോദ്യം. ശ്രീനിവാസൻ വളരെ ശാന്തനായിട്ട് മറുപടി പറഞ്ഞത്, നിങ്ങൾക്കറിയാമോ, ജമ്മുവിലും കാശ്മീരിലുമെല്ലാം ധാരാളം വ്യക്തികൾ നോട്ടുകൾ തീയിട്ട് കത്തിക്കുന്നു എന്ന വാർത്ത ഞാൻ ഇന്ന് രാവിലെ വായിച്ചു. കയ്യിലുള്ള നോട്ട് തീയിട്ട് കത്തിക്കുന്നത് ഒരു വാർത്തയായിട്ട് വരണമെങ്കിൽ ആ നോട്ടിൽ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണല്ലോ തീയിട്ട് കത്തിക്കുന്നത്. അത് പ്രോബ്ലം ഇല്ലാത്ത നോട്ടായിരുന്നെങ്കിൽ അവർ കത്തിക്കുമായിരുന്നില്ലല്ലോ. ബാങ്കിൽ ചെന്ന് കൊണ്ടുപോയി കൊടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നല്ലോ. എന്തേ ചെയ്യാത്തത്? അത് കള്ളപ്പണമാണ് അല്ലെങ്കിൽ കള്ളനോട്ടാണ്, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഈ നോട്ട് നിരോധിച്ചതിനെതിരെ അങ്ങക്ക് പ്രതിഷേധപരമായിട്ടുള്ള വല്ല വാക്കുകളും പറയാനുണ്ടോ? നല്ല കർമ്മങ്ങൾ ആര് ചെയ്താലും എപ്പോൾ ചെയ്താലും എവിടെ ചെയ്താലും അതിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് എന്നും നല്ലതിലേക്ക് അവസാനിക്കുമെങ്കിൽ പ്രതിഷേധിക്കാൻ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയ ഒരു ഇതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി അത് കണ്ടത്. വളരെ നല്ല രീതിയിൽ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇറങ്ങുമ്പോഴും അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം വേറെ ആരുടെയെങ്കിലും തലയിലിട്ടിട്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം ശ്രീനിവാസൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തോ അത് ധന്യമായിട്ട് ചെയ്യാം. അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആരുടെയെങ്കിലൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് ധരിക്കാതെയും ഇരിക്കുക. പ്രണാമം, നമസ്കാരം.